ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 10ാം ദിവസം. അഭിനയ ഖത്തർ നാടക സംഘം ഖത്തർ അവതരിപ്പിക്കുന്നു കാട്ടുമുല്ലകൾ. നാടകരചന, സംവിധാനം, ഗാനരചന വിഷ്ണു രവി. സംഗീത സംവിധാനം രാഹുൽ മാത്രാടൻ. ആലാപനം രാഹുൽ മാത്രാടൻ, രാജേഷ് മാത്രാടൻ. പശ്ചാത്തല സംഗീതം രതീഷ് മാത്രാടൻ. ശബ്ദലേഖനം, ശബ്ദമിശ്രണം സരിഗ സ്റ്റുഡിയോ ഖത്തർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും: രായ് കണ്ണൻ, നിതിൻ SG, ജോഗി, മൻസൂർ ഒരുമനയൂർ, രായ്വൻ, രതീഷ് മാത്രാടൻ, മുത്തി, ആർഷ കൃഷ്ണൻ, അമ്മ ദർശന രാജേഷ്, മാർക്കോസ്, മനീഷ് സാരംഗി, ശ്രീധർ, ദിനേശ് പലേരി, കാസിം, ചനോജ് PN, മൂപ്പൻ MP ഗോപാൽ, കറമ്പൻ അമിത് രാമകൃഷ്ണൻ, കറമ്പന്റെ ഭാര്യ അർച്ചന, നാണു, ഗണേഷ് ബാബു മയ്യിൽ. കാട്ടുമുല്ലകൾ. കാടിറങ്ങി കറങ്ങുന്ന കാട്ടുമുളം കാറ്റേ, കാവുതീണ്ടി കറങ്ങി നീ കാടു കേറിപ്പോയോ. ഏനുമെന്റെ കുടിയില് കാത്തിരുന്ന കാറ്റേ, കാട് കേറി പാട്ടുപാടി നീ പറന്നുപോയോ. രായ്ക്കണ്ണ, മൂപ്പന്റെ കിടാത്തീനെ കുറിച്ച് നീ പാടാറുള്ള പാട്ടില്ലേ? ഓ, അത് രായിക്കണ്ണം പാടണമെങ്കിൽ അവനിക്ക് പ്രേമം വരണം. അല്ലേ, മൂപ്പന്റെ കിടാത്തി മുത്തീനെ കാണണം. അങ്ങനൊന്നില്ലേ നീ, നിങ്ങള് കളിയാക്കല്ലേ. വേല നടക്കുമ്പോ ഏങ്ങള് കണ്ടേക്കണ് മുത്തീനെ തൊട്ടൊരുമീ. ഏൻ പോണ്, ഏന് വൈകിട്ട് ചൂണ്ടയിടാൻ പോണുണ്ട്. നിങ്ങള് വരുന്നനി. രായിക്കണ്ണ, വടക്കമ്മലയുടെ അടിവാരത്ത് ഭൂതത്താങ്കെട്ട് താണ്ടിപ്പോയ അമ്മക്ക് കൈ നിറയെ മീൻപാര. ഇങ്ങള് പോക്കോളി, ഏനില്ല. ഒറ്റയാനിറങ്ങണ കാല. നമ്മടെ മാരിയപ്പനെയും അവനുക്കളെ കെട്ടിയോളെയും ഒറ്റ ചവിട്ടിനാ കൊമ്പെ. ഓ, ഓർക്കാൻ കൂടെ വയ്യ. ഒരു പേടിത്തൂറി. നമ്മൾ എത്ര ഒറ്റയാന് എത്ര മലവെള്ളപ്പാച്ചിലും കണ്ടേക്കണ്, എന്നിട്ട് നിനക്കുള്ള പേടി മാറിയില്ല. ജോഗി, എനിക്ക് കിറുക്കുണ്ട. ഇവനിക്ക് ഇവിടെ കറങ്ങിയാലേ ഓളെ കാണാൻ പറ്റുള്ളൂ, മട മുത്തീനെ. ഏൻ പോണ്. രായിക്കണ്ണ, ഓടല്ലേ. രായിവ, അവന് പോട്ടെ. ഏന് തെക്ക മലയേറാൻ പോവ. നീ വരുന്നേനി. കാട്ടുമുല്ല പൂവുമണക്കും കാട്ടുപച്ചത്തത്തേ, തത്തി തത്തി നടക്കും എന്നുടെ മുത്തിയമ്മേ. കാട്ടിനുള്ളിൽ പാട്ടുപാടി നീ വരുന്നോ, എന്നുടെ വീട്ടിനുള്ളിൽ കൂട്ടുകൂടാൻ നീ വരുന്നു. ആരാത്? ഏനാ മുത്തി. നനച്ച് മലങ്കാളിയാവൂന്ന്. എന്തേനീ മരത്തിന്റെ പുറയില്? ഏം പാട്ട് കേട്ട് അറിയാണ്ട് അങ്ങനെ നിന്നുപോയി. എന്റെ പാട്ട് ഇഷ്ടാണാ? എത്ര പറഞ്ഞേക്കണ ഇഷ്ടാന്ന്. നമ്മടെ ജോഗി രായുവിനും പറയുക, മുത്തിയെ കാണുമ്പോഴേ
പാട്ട് പാടുള്ളൂന്ന്. പുള്ളിക്കുയില്. പുള്ളിക്കുയില് പാടുന്നത് സ്നേഹം കാണുമ്പോഴാണെന്ന് കേക്കേത്തിലെ ചെമ്പകം പറഞ്ഞേക്കുന്നു. നേരെ ഇരുട്ടിയേക്കണ്. എനിക്ക് മലയിറങ്ങി മീൻ പിടിക്കാൻ പോണോ? എപ്പോഴും ഒരു മീൻ പിടുത്തം. മീൻ പിടിച്ച് കിട്ടണ കാശ് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തിന്? തേവര് കാവില് വേല വരുമ്പോ കല്ലുമാലയും ചാന്തും കരിവളയും വാങ്ങിക്കാൻ. ആരിക്കാ? അതൊക്കെ ഉണ്ട്. പറയ്. ഇല്ല, പറയില്ല. ഓ, അപ്പോളേക്കും പൊണങ്ങിയോ? എന്നാ ഞാൻ പറയട്ടെ. ആ, എന്റെ മുത്തിക്ക് വേണ്ടി. കണ്ട കണ്ട കണ്ട, അപ്പോളേക്ക് നാണം വന്നിനി. മുത്തി ഓടല്ലേ, അവിടെ നിക്ക് മുത്തി. കാട്ടുമുല്ല പൂവ് മണക്കും കാട്ടുപച്ചത്തത്തേ തത്തി തത്തി നടക്കും എന്നുടെ മുത്തിയമ്മേ. കാട്ടിനുള്ളിൽ പാട്ടുപാടി നീ വരുന്നോ, എന്നുടെ വീട്ടിനുള്ളിൽ കൂട്ടുകൂടാൻ നീ വരുന്നു, വീട്ടിനുള്ളിൽ കൂട്ടുകൂടാൻ നീ വരുന്നു. അമ്മ, അമ്മ, എന്തേ നീ കിടന്ന് തൊള്ള കീറണേ? എന്റെ ചൂണ്ടയും വട്ടി എന്തിയേ? എനിക്ക് മീൻ പിടിക്കാൻ പോണോ? എനിക്ക് എങ്ങനെ അറിയാം? ഇന്നലെ വെച്ചെടുത്ത് നോക്കി നീ. ഇന്നലെ എവിടെയാ വെച്ചത്? ഈടില്ല. ഈടെ ഇല്ല. ചായപ്പില് നോക്കി നീ. കിട്ടി കിട്ടി, ഈടുണ്ട്. ഏന് പോണ്. നിക്കടാ, കൊള്ളി പുഴുങ്ങിയതും റാഗിയുണ്ട്, നീ തിന്നിട്ട് പോ. ഇപ്പൊ വേണ്ട, ജോഗി രായവനോ പോയി കാണൂ. എടാ ഓടല്ലേ. ഈ ചെക്കൻ. എടാ വട്ടി താത്തു വെക്കടാ, മീനെല്ലാം പോന്നടാ. ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ട. എടാ രായിക്കണ്ണ മണ്ട, വട്ടി താത്ത് പിടിയടാ. പാറപ്പുറത്തുനിന്ന് വലിയ ന്യായം വിടാണ്ട് പുയയിലോട്ടിറങ്ങി. വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. നല്ല നിലാവ്. നിലാവില് ഈ കാട് കാണാൻ വല്ലാത്ത രസ അല്ലടാ. ഓ, അവൻ ഇപ്പൊ പാട്ടെയ്തു. ടാ, ആ വട്ടിയില് മീൻ കേറിയിട്ടുണ്ട്, പിടിച്ചോടാ, പിടിച്ചോ. കുറുവയാ, കാര്യണ്ട്, നല്ല കൊമ്പൻ കാരി. പരലുണ്ടടാ, സഞ്ചി എടുക്ക്. പിടിച്ചോ പിടിച്ചോ സഞ്ചി. വാടാ, വെള്ളച്ചാട്ടത്തിനടിയിൽ പോയാല് നല്ല മീൻ കാണും. വാ, വെള്ളച്ചാട്ടെങ്കി വെള്ളച്ചാട്ടം. രായിക്കണ്ണ, രായിക്കണ്ണ, എന്തൊരുറക്കാടാ ഇത്. കുറച്ചുകൂടെ ഉറങ്ങട്ടമ്മേ. ഞാൻ കിഴക്കയിലോട്ട് പോവാ. ചെമ്പകം വയസ്സറിയിച്ച് ഇന്ന് മേള അവിടെ. പോക്കോളി, നീ അങ്ങോട്ട് വന്നേക്ക്. ഈടൊന്നും വെച്ചിട്ടില്ല. വരാ, കുറച്ച് ഉറങ്ങട്ടെ. അമ്മ, രായിക്കണ്ണൻ എന്തിയേ? കുടിയിലുണ്ട്, കിടന്നുറങ്ങുവാ. അവനിക്കുള്ള ഒരു ഉറക്കം.
അവനിക്കലെ കൂടെ രാത്രി വന്നവരല്ലേ ഏങ്ങളും? അത് നിങ്ങൾ അവനോട് തന്നെ ചോദിക്കി. ഞാൻ ചെമ്പകത്തെ ഒന്ന് കാണട്ടെ. ജോഗി, നല്ല അവിലും പയവും ഉണ്ട്, തിന്നച്ചും പോയാലോ? തിന്ന ഇപ്പൊ തിന്നാലേ ഉച്ചക്ക് ചോറ് തിന്നാറുമ്പോ വിശക്കത്തുള്ളൂ. എന്താടി? ചെമ്പകം വയസ്സറിയിച്ച്. ഓ, അറിഞ്ഞേക്കണ്. അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല. ഓ, അതിനു മുമ്പ് നിനക്കള മുഖം ചുമന്നല്ലോ. മുത്തി, നിനക്കള മുഖം ചുമക്കുമ്പോ കാണാൻ വല്ലാത്തൊരു ചേല. ഈ ചുമന്ന മുഖത്ത് അല്ലേ വേണ്ട, പറയ്. ചുമന്ന മുഖത്ത് ഒരു മുത്തോ? അയ്യേ, എന്താടാ ഇത്? അതേങ്ങള് നേരം പോക്കിന്. ഇതാന്നോടാ നേരം പോക്ക്? ഏന് പോന്ന്. ഏയ് നിക്ക്, തേവര് കാവില് വേല കഴിയുമ്പോ മുത്തീനെ നിനക്ക് പിടിച്ചങ്ങോട്ട് തരും. അത് കഴിഞ്ഞിട്ട് മതി ഈ പരിപാടിയൊക്കെ. എന്താ മുത്തി? കിടാത്തീന മഞ്ഞള് പെരട്ടി വിളിച്ചാട്ടീൻ. തുണി കൊണ്ട് തലമൂടിൻ, ചമ്പകപ്പൂ കൊണ്ട് മാലയിടിൻ. വയസ്സറിയിച്ച കിടാത്തി പെണ്ണിനെ മലോകര് കാണെ അപ്പൻ പോവിട്ട് പൂജിച്ചോളിൻ. ഇനി ഓരോരുത്തരായി അരിയും പൂവും എറിഞ്ഞ് സമ്മാനം കൊടുത്തോളിൻ. ജോഗിയെ, നിനക്ക് പൂ എറിയണ്ടേ? എനിക്ക് സമ്മാനം കൊടുക്കാനില്ലേ നീ? രാത്രിക്ക് തിന്നാനെ കൊണ്ട് എന്താണാവോ? അവലും പയ്യുമായിരിക്കും. ഇപ്പൊ തിന്നേച്ചിരിക്കണോനാ രാത്രി എന്താണെന്ന്. എനിക്ക് വിശന്നാ ഏം പറയും, തമ്പ്രായാലും ഏം പറയും. നീ മൂപ്പനോട് പറയൂല. അവരിക്ക് ഏനേക്കാൾ വിശപ്പാ. അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നതേ തിന്നാനെ കൊണ്ടാ. മഴ കണ്ടേക്കും. ഇല്ല കറുമ്പോ, കോള് വടക്കും മല കേറിയ പെയ്യു, ഇല്ലേ പെയ്യൂല. അതാ ചാത്രം. ഇത് പെയ്യൂല. കറുമ്പോ, എന്തേനീ? നിനക്കളെ പമ്പറന്നോർക്ക് വിവരമുണ്ട്. 5-6 ദിവസത്തിനൊക്കെ ഒരു പെയ്ത്ത് കാണും. അത് കാണും. ഇന്നൊരു ഇടി പോലും വെട്ടൂല. ആഘോഷായിട്ട് ചാരായില്ലേ നാടുവോ? അതൊക്കെ ഇടിണ്ട്. വാ, അങ്ങോട്ട് നിക്ക. മൂപ്പം കാണണ്ട, മാറി നിക്കണത്. മാർക്കോസ്, ഇനി എത്ര കിലോമീറ്റർ കൂടെ കാണും? ഒരു 15 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ വനം തുടങ്ങും. ഇരുട്ടുന്നതിന് മുന്നേ കാട് കയറാൻ പറ്റുമോ? കയറണം, എന്നാലേ കാര്യമുള്ളൂ. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ തങ്ങാം. അവിടെ ആവുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല. നമ്മുടെ ടീമിൽ പതിവില്ലാത്ത ചോദ്യമാണ്, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. ഇത്തവണ എന്താ പരിപാടി? കാസിമേ, നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ചന്ദനം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലാണ്ട് 10 പുത്തം കിട്ടണ വേറെ എന്നാ ഉടായ്പ പണിയുണ്ട്? സുവിശേഷം കേട്ടിട്ടുണ്ടോ? ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അതെ, കാടിൻ്റെ കണ്ണ് വെട്ടിച്ച് കാട്ടുമുത്തിനെ കാടിറക്കണം. സുവിശേഷം പറയാതെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നന്നായേനെ. ശ്രീധര, ഇത്തവണ നമ്മുടെ പരിപാടി അല്പം റിസ്ക് ഉള്ളതാ. കഞ്ചാവിനേക്കാളും ചന്ദനത്തിനേക്കാളും എന്തുകൊണ്ടും നല്ല ബിസിനസ്. ഒറ്റയടിക്ക് കോടികൾ മറിയും. കാര്യത്തിലേക്ക് വരാം.
നമുക്ക് വേണ്ടത് ഒരു ആദിവാസിയെ. ആദിവാസിയോ? എന്താ കാസിം, നീ ഭയപ്പെട്ടു പോയോ? എന്തിന്? നമ്മൾ പണത്തിനായി ചെയ്യുന്നതാണെങ്കിലും നാളെ ചിലപ്പോ മനുഷ്യരാശിക്ക് തന്നെ ഗുണപ്പെടുന്ന ഒരു നല്ല കാര്യം. നല്ല കാര്യം മീൻസ് സത്യം പറയാലോ, ഒന്നും മനസ്സിലായില്ല. ഒരു ആദിവാസിയുടെ ശരീരം വേണം, കോടികൾ മറിയുന്ന ശരീരം. ആ ശരീരം പഠന വിഷയമാവുന്നു. ആദിവാസികളുടെ ശരീരത്തിന് ഭയങ്കരമായ പ്രതിരോധശേഷിയുണ്ട്. അതുമാത്രമല്ല, കാടുമായി ഇണങ്ങി താമസിക്കുന്ന അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു സാധാരണ മനുഷ്യനേക്കാളും 10 മടങ്ങ് മികവുള്ളത് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു? അവരുടെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ കൂടുന്നു? ഇതാണ് പഠന വിഷയം. അതിന് പ്രധാനമായും ഒരു ശരീരം വേണം. രക്തം വേണം. വിദേശ രാജ്യങ്ങളിൽ രോഗികൾക്ക് രക്തം മാറ്റുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ രക്തത്തെക്കാൾ വിലയുണ്ട് ഒരു ആദിവാസിയുടെ രക്തത്തിന്. കാരണം എന്താ? അവരുടെ രോഗപ്രതിരോധ ശേഷി തന്നെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കാടിൻ്റെ മക്കൾ അത്ര നിസ്സാരക്കാരല്ല. കസ്തൂരി നാഭിയിൽ ഒളിപ്പിച്ച് നടക്കുന്ന പുള്ളിമാനുകളാ. ഇതെല്ലാം നടക്കുമോ? ഇത്തവണ നമ്മൾ കാട് കയറിയത് തോക്കെടുക്കാതെയാ. ആയുധമല്ല, വിവേകവും ബുദ്ധിയുമാ വേണ്ടത്. കഞ്ചാവായാലും കാട്ടുജാതിയായാലും എല്ലാം കാടിൻ്റെ തന്നെയല്ലേ? എന്നാലും ഒരു ജീവനല്ലേ കാസിം. ഞാനും നീയും ഇവനും അവനും എല്ലാവരും മരിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആസ്വദിക്കാനുള്ളതാ. അതിന് പണം വേണം. കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചിനി. ഓ, എല്ലാരും കഴിച്ചേക്കണം മൂപ്പാ. ജോഗിയേ, ജോഗി. ഓ മൂപ്പാ, തുടി ഇങ്ങെടുക്ക്. രായ്വൻ എന്തിനീ? ഈടുണ്ട് മൂപ്പാ. രായ്വ കൊയലെടുത്തോ? എന്റെ കയ്യിലുണ്ട്. രായ്ക്കണ്ണ തുടങ്ങിക്കോളി. ഓ, നീ കേൾക്കുന്നുണ്ടോ ശ്രീധര? ആ വടക്കമ്മലയുടെ അടിവാരത്ത് നിന്നും വരുന്ന തുടിയുടെ നാദവും പാട്ടും. യെസ്, നല്ല തണുപ്പ്. നീ ഒരെണ്ണം ഒഴിച്ചേ. പാവങ്ങള് എല്ലാം മറന്ന് ആടിപ്പാടുന്നു. ഒരു കണക്കിന് അവർ എന്ത് സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാ. ഉള്ളത് കൊണ്ട് കഴിയുന്നു, സുഖമായി ജീവിതം ആസ്വദിക്കുന്നു. നിർത്തടാ നിന്റെ വരട്ട് വാദം ഇവിടെ പറയണ്ട. നമ്മൾ കൂട്ടം ചേരുമ്പോൾ തന്നെ പറഞ്ഞല്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യമെന്ന്. വഴികൾ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ പണം അതാണ് നമ്മുടെ ലക്ഷ്യം. സോറി, ഞാൻ അതൊന്നും ഓർത്തല്ല പറഞ്ഞത്. ഛേ, അത് വിട്ടുകളാ. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരാണ്. നേടാൻ പലതുമുണ്ട്. അവയെല്ലാം നേടണം. തണുപ്പ് കൂടുന്നു, പോയി കിടന്നോളൂ. പക്ഷേ നാളെ വടക്കമല കയറണം. ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. ഒരു നല്ല ആദിവാസിയെ നേരവും കാലവും ഒത്തുവരുമ്പോൾ നമ്മുടെ കൈ കിട്ടും. അതെ, ഈ കാട്ടിൽ നിന്നും ഏതോ ഒരു ഭാഗ്യവാൻ നാളെ വിദേശത്തേക്ക് പറക്കും. ഞാൻ പോകുന്നു. നല്ല ക്ഷീണം. ഏതോ നിരപരാധി ആദിവാസിയായത് അവൻ്റെ തെറ്റ്.
എന്തെല്ലാം ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ ആവോ. പാവം. കാസിം, നീ എന്താ പെറുപെറുക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആ പാട്ട് അവർ ആസ്വദിച്ചെന്നെ പാടുകയാണല്ലോ, ഞാനതിൻ്റെ വരികളൊന്ന് മൂളി നോക്കിയതാ. രായിക്കണ്ണ, രായിക്കണ്ണ, അവൻ ഈടെ കാണില്ലേ, വടക്കം പോയി ഏറിക്കാണും. എന്നെ അങ്ങോട്ട് പോ. രായിക്കണ്ണ, രായിക്കണ്ണ, ഈട നോക്കേ ജോഗിയേ, രായിവോ, ഈടണ്ട് ഈടണ്ട് ഈടാ. ഏടേ മരത്തിന്റെ മോളില് ഈടണ്ട് ഈടാ. എന്തേ നീ? ചെറുതൻ കുറച്ച് എങ്കൽക്കും കൂടെ താടാ. അവിടെ നിക്ക്, തരാ. ഇറങ്ങി വരട്ടെ. എന്നാ നല്ല രുചി. ഒളിക്കുന്ന്, നക്കടാ നക്ക്. കുറച്ചുകൂടെ താടാ. ഇല്ല, ഇത് വേറൊരാളിക്കാ. ഓ, മുത്തിക്ക. എനിക്കും തോന്നി. ഒന്ന് പോടാ. സൂക്ഷിച്ച്, വിഷമുള്ളാണ്, കൊണ്ടാൽ അറിയാലോ. ആ ഈ പുഴയിലാവും അവർ കുളിക്കാനും കഴുകാനും ഒക്കെ വരുന്നത് അല്ലേ? ആയിരിക്കും. നല്ല മഴക്കാറുണ്ടല്ലോ, പെയ്യോ? തിരിച്ച് ക്വാർട്ടേഴ്സിൽ പോവാം. നിങ്ങളൊന്ന് സമാധാനപ്പെടൂ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയ്യട്ടെ. നമ്മൾക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് കാര്യം സാധിക്കണം. പോലീസിനോ ഫോറസ്റ്റ് ഗാർഡിനോ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. പിന്നെ പരിചയമില്ലാതെ കാലച്ചുണ്ടായാൽ പോലും കാടിൻ്റെ മക്കൾ ഓടി ഒളിക്കും. പിന്നീട് അവരെ കിട്ടിയെന്ന് തന്നെ വരില്ല. ഹോ, ഇതെന്തൊരു കാറ്റും മഴയാ. വാ, ആ മരത്തിന്റെ പിറകിൽ നിൽക്കാം. കാസിം, നീ ആ പാറച്ചെരുവിൽ പോയിരിക്കൂ. നടക്ക് നടക്ക്. നിക്കടാ ശ്രീധര, കാസിം, ദേ നോക്കിയേ, ദാ അവിടെ. അവനൊറ്റക്ക, നമുക്കൊത്തൊരുവൻ. പറ്റിയ സമയം. ശ്രീധര, കാസിം, പിടിക്കടാ. ശ്രീധര, അവന്റെ വായ് പൊത്തിപ്പിടി. പാവം ശ്രീധര, താഴ്ത്തിപ്പിടി. ശ്വാസം മുട്ടി ചത്തുപോകും. കാസിം, അവന്റെ കാലുകെട്ട്.
ജീപ്പിലോട്ട് കയറ്റി. എന്തേനീ മയായിട്ട്? വടക്കമലയിൽ ഉരുള് പൊട്ടി പോയ മൊത്തം വെള്ളം കേറിയിനി. എന്റെ മലങ്കാളി, നമ്മുടെ രായിക്കണ്ണനെ കാണാനില്ല. എന്റെ തേവരെ, വടക്കം മലയിൽ ഉരുള് പൊട്ടിയാ പുഴ നിറയും. പുഴയിലായ തെക്കങ്കാട്ടിലെ വെള്ളച്ചാട്ടത്ത് നോക്കിയാ മതി. കറുമ്പന് 3 ആള് നോക്കി പോയേക്കണ്. എല്ലാവരും വിളിച്ചു കൂട്ടി. ഇരുട്ട് വീയും മുന്നേ പൊയ്യും കാടും നോക്കി പോ. നല്ല മഴ ഇനിയും കാണും. കാടൊറഞ്ഞു തുള്ളുവാണല്ലോ എന്റെ ദൈവങ്ങളെ. അമ്മ അമ്മ, ദേ ഇത്തിരി കഞ്ഞി കുടിച്ചാട്ടെ. എനിക്ക് വേണ്ട, കുറച്ചു മതി. എന്റെ കിടാവ് ആള് പോയേക്കണ്, ഒരു കുഴപ്പവും വരൂല. എന്റെ തേവരെ. തേവര് കാക്കും. പൊയല് വീണപ്പോ നീന്തി പോയി കാണും. എത്ര മലവെള്ളം കണ്ടേക്കണ അണ്ണൻ. എന്റെ മനസ്സ് പറയാണ് അവനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഇല്ല, ഒന്നും വരൂല. കാട് ചതിക്കൂല. എന്റെ മലങ്കാളി, എന്റെ കിടാവിന് ആപത്തൊന്നും വരാണ്ട് കാത്തേക്കണേ. അടുത്ത വേലക്ക് വിളക്കും തിരിയും വെച്ച് മുടിയാട്ടം നടത്തിക്കോളാമേ. എന്റെ മലങ്കാളി. നാളെ രാവിലെ കൊച്ചിയിലെത്തണം. അവിടെ വെച്ച് കൈമാറ്റം നടത്തി പണം വാങ്ങണം. പിന്നെ അവർ കൊല്ലുകയോ വളർത്തുകയോ ചെയ്യട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. മാർക്കോസേ, ഇവന്റെ കെട്ടഴിച്ചു വിടട്ടെ. ബോധമില്ലാതെ കിടന്നാ ചിലപ്പോ. കാസിമേ, നീ ഇതിന്റെ പണി നോക്ക്. കിടക്കണ കിടപ്പ് കണ്ട കറുത്തമുത്ത്, കോടികളാ കോടികള്. ആദിവാസികൾക്ക് ഇത്രയും വിലയുണ്ടെന്ന സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നല്ലോണം ഉറങ്ങട്ടെ. നാളെ മുതൽ പരീക്ഷണ വസ്തുവാ. ഭൂതത്തങ്കിട്ടിലൂടെ ഒന്ന് നോക്കാം.
കാളുമ്പനും കൂട്ടരുമാ. എടാ ജോഗിയെ നടക്കടാ, ആ പന്തം പൊക്കിപ്പിടിയടാ. രായിക്കണ്ണാ, ഊയ്! രായിക്കണ്ണാ, ഇവനിത് എവിടെ പോയി? രായിക്കണ്ണാ, കാടിന്റെ തേവരെ കാട് കാക്കും മലങ്കാളി കാത്തുരക്ഷിക്കണേ കാടിന്റെ മക്കളെ. താന തിന താനാ തിന താനാ തിന താരോ താന തിന താനാ തിന തയ്യാരം താനോ താന തിന താനാ തിന താനാ തെയ്യം താരോ താന തിന താനാ തിന തയ്യാരം താനോ. കിഴക്കു നിന്ന് പടിഞ്ഞാറ്റേ പോയേലൊളിച്ചേ ആദിത്യ ഭഗവാനും ആദിവിളക്കും കാടറിഞ്ഞേ കണ്ണൊഴിഞ്ഞേ കാട് തളിർത്തേ മാനത്തെ നീലാക്കടലിൽ മാങ്കൊമ്പ് തെളിഞ്ഞേ. താന തിന താനാ തിന താനാ തെയ്യം താരോ താന തിന താനാ തിന തയ്യാരം താനോ താന തിന താനാ തിന താനാ തെയ്യം താരോ താന തിന താനാ തിന തയ്യാരം താനോ താന തിന താനാ തിന താനാ തെയ്യം താരോ താന തിന താനാ തിന തയ്യാരം താനോ താന തിന താനാ തിന താനാ തെയ്യം താരോ താന തിന താനാ തിന തയ്യാരം താനോ. കാട്ടുമുല്ലകൾ നാടകം സമാപിക്കുന്നു. നാടകരചന, സംവിധാനം, ഗാനരചന വിഷ്ണു രവി. സംഗീത സംവിധാനം രാഹുൽ മാത്രാടൻ. ആലാപനം രാഹുൽ മാത്രാടൻ, രാജേഷ് മാത്രാടൻ. പശ്ചാത്തല സംഗീതം രതീഷ് മാത്രാടൻ. ശബ്ദലേഖനം, ശബ്ദമിശ്രണം സരിഗ സ്റ്റുഡിയോ, ഖത്തർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രായ്ക്കണ്ണൻ നിതിൻ എസ് ജി, ജോഗി മൻസൂർ ഒരുമനയൂർ, രായ്വൻ രതീഷ് മാത്രാടൻ, മുത്തി ആർഷ കൃഷ്ണൻ, അമ്മ ദർശന രാജേഷ്, മാർക്കോസ് മനീഷ് സാരംഗി, ശ്രീധർ ദിനേശ് പലേരി, കാസിം ജനോജ് പി എൻ, മൂപ്പൻ എം പി ഗോപാൽ, കറമ്പൻ അമിത് രാമകൃഷ്ണൻ, കറമ്പന്റെ ഭാര്യ അർച്ചന, നാണു ഗണേഷ് ബാബു മയ്യിൽ. അവതരണം അഭിനയ ഖത്തർ നാടക സംഘം, ഖത്തർ. ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 2017.